ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോൺ സ്നേക്ക് എന്ന പാമ്പിനെ പറ്റിയാണ്. കോൺ സ്നേക്കിൻ്റെ ശാസ്ത്രനാമം പാൻതോറോഫിസ് ഗുട്ടാട്ടസ് എന്നാണ്. ഇവ കൊളുബ്രിഡേ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. കോൺ പാമ്പുകളെ പ്രധാനമായും അമേരിക്കയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ കാടുകളിലും വയലുകളിലും കൃഷിഭൂമികളിലും പഴയ ഗോഡൗണുകൾ, മനുഷ്യവാസസ്ഥലങ്ങൾ കടുത്തുമൊക്കെയാണ് ഇവ വസിക്കുന്നത്. പാറക്കെട്ടുകൾ, മരംവേര്, മണ്ണിനടിയിലെ തുളകൾ തുടങ്ങിയ ഒളിവിടങ്ങൾ ഇവയ്ക്ക് ഇഷ്ടമാണ്. ഇവയുടെ മറ്റൊരു പേരാണ് ചുവന്ന എലിപ്പാമ്പ് എന്ന് പറയുന്നത്. ഈ ഇനത്തിൽ പെട്ട പാമ്പുകൾ അവയുടെ ചെറിയ ഏരിയയിൽ സങ്കോചനത്തിലൂടെ കീഴടക്കുന്നു. ഈ പാമ്പുകളെ മധ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളം കാണപ്പെടുന്നു. ഈ പാമ്പുകൾക്ക് വിഷമുള്ള കോപ്പർ ഹെഡിനോട് സാമ്യമുള്ളതിനാൽ ഇവയെ ഈ തെറ്റായ എസ്റ്റിൻ്റെയുടെ ഫലമായി പലപ്പോഴും കൊല്ലപ്പെടാറുണ്ട്. കോൺ സ്നേക്കിന് പ്രവർത്തനപരമായ വിഷമില്ല. അത് നിരുപദ്രവകാരിയാണ്. വിളകളെ നശിപ്പിക്കുകയും രോഗം പടർത്തുകയും ചെയ്യുന്ന കാട്ട് എലി കീടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിലാണ് കോൺ സ്നേക്ക് മനുഷ്യർക്ക് പ്രയോജനകരമാണ്. ധാന്യ സംഭരണ ശാലകൾക്ക് സമീപം പതിവായി കാണപ്പെടുന്നതിനാലാണ് ഈ പാമ്പിന് ചോളപ്പാമ്പ് എന്ന പേര് ലഭിച്ചത്. അവിടെ വിളവെടുത്ത ധാന്യം കഴിക്കുന്ന എലികളെയും ഇത് ഇരയാക്കുന്നു. മറ്റ് ചില വിമർശനങ്ങൾ പറയുന്നത് കോൺ പാമ്പ് വയറിലെ ചെതമ്പലുകൾ ഏതാണ്ട് ചതുരാകൃതിയിലുള്ള പാറ്റേൺ വൈവിധ്യമാർന്ന ചോളത്തിൻ്റെ കാമ്പുകളോട് സാമ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു. ഈ പാമ്പുകൾക്ക് കോൺ സ്നേക്ക് എന്ന് പേര് വരാനുള്ള കാരണം പ്രായപൂർത്തിയായ ഒരു കോൺ പാമ്പിന് 61 സെൻറ്റിമീറ്റർ മുതൽ 182 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. കാട്ടിൽ ഇത് സാധാരണയായി 10 മുതൽ 15 വർഷം വരെ ജീവിക്കുന്നു. പക്ഷേ തടവിൽ 23 വർഷമോ അതിൽ കൂടുതലോ ജീവിക്കാറുണ്ട്. തടവിൽ കഴിയുന്ന ഏറ്റവും പ്രായം കൂടിയ കോൺപാമ്പിൻ്റെ റെക്കോർഡ് 32 വർഷവും 3 മാസവുമായി തടവിൽ കഴിയുന്ന ഏറ്റവും പ്രായം കൂടിയ കോൺപാമ്പിൻ്റെ റെക്കോർഡ് 32 വർഷവും 3 മാസവുമായിരുന്നു. ചോളപ്പാമ്പിന് 2 ഉപജാതികളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കോൺ സ്നേക്കുകൾ സാധാരണയായി അവ ജനിച്ച് 4 മാസം വരെ നിലത്ത് തുടരും. അക്ഷയമരങ്ങൾ, പാറക്കെട്ടുകൾ, മറ്റ് ഉയർന്ന പ്രതലങ്ങൾ എന്നിവയിൽ ഇവയ്ക്ക് കയറാൻ കഴിയും. തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചോളപ്പാമ്പ് ചത്തുടങ്ങും. എന്നിരുന്നാലും തീരപ്രദേശത്തെ കൂടുതൽ ശീതോഷ്ണ കാലാവസ്ഥയിൽ തണുപ്പ് കാലത്ത് പാറ വിള്ളലുകളിലും മരത്തടികളിലും ഇവ അഭയം പ്രാപിക്കുന്നു. വീടിന് അടിയിൽ പോലുള്ള ചെറിയ അടച്ചിട്ട ഇടങ്ങളിൽ അഭയം കണ്ടെത്താനും സൂര്യൻ്റെ ചൂട് ആഗിരണം ചെയ്യാൻ ചൂടുള്ള ദിവസങ്ങളിൽ പുറത്തിറങ്ങാനും ഇതിന് കഴിയുന്നു. തണുപ്പ് കാലത്ത് ചോളപ്പാമ്പ് സജീവമല്ലാത്തതിനാൽ വേട്ടയാടൽ കുറവാണ്. ചോളപ്പാമ്പുകളെ പ്രജനനം ചെയ്യാൻ താരതമ്യേന എളുപ്പമാണ്. ആവശ്യമില്ലെങ്കിലും അവയും സാധാരണയായി ഒരു തണുപ്പിക്കൽ കാലയളവിലൂടെ കടന്നു പോകുന്നു. ഇത് പ്രജനനത്തിന് തയ്യാറാക്കാൻ 60 മുതൽ 90 ദിവസം വരെ എടുക്കുന്നു. ചോളപ്പാമ്പുകളെ ശല്യപ്പെടുത്താൻ കഴിയാത്തതും സൂര്യപ്രകാശം കുറവുള്ളതുമായ സ്ഥലത്തും 10 മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ റൂമേറ്റ് ചെയ്യുന്നു. ശൈത്യകാല തണുപ്പിന് ശേഷം ഉടൻ തന്നെ കോൺപാമ്പുകൾ സാധാരണയായി പ്രജനനം നടത്തുന്നു. ആൺപാമ്പുകൾ പ്രധാനമായും സ്പർശനപരവും രാസപരവുമായ സൂചനകൾ ഉപയോഗിച്ച് പെണ്ണിനെ ആകർഷിക്കുന്നു. തുടർന്ന് അവൻ്റെ ഹെമിപീനുകളിൽ ഒന്ന് തിരിച്ച് പെണ്ണിലേക്ക് തീരുകയും ബീജം സങ്കലനം ചെയ്യുകയും ചെയ്യുന്നു. പെൺപാമ്പ് അണ്ഡോൽപാദനം നടത്തുകയോ മുട്ടകൾ ബീജസങ്കലനം ചെയ്യപ്പെടുകയും മുട്ടകളിലേക്ക് പോഷകങ്ങൾ വേർതിരിക്കാൻ തുടങ്ങുകയും പിന്നീട് ഒരു പുറന്തോട് സ്രവിക്കുകയും ചെയ്യുന്നു. ഇണചേരലിന് 1 മാസത്തിനുള്ളിൽ മുട്ടയിടൽ ആരംഭിക്കും. 12 മുതൽ 24 മുട്ടകൾ ചൂടുള്ളതും ഈർപ്പമുള്ളതും അറിഞ്ഞിരിക്കുന്നതുമായ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കും. ഒരിക്കൽ മുട്ട ഇട്ടതിന് ശേഷം മുതിർന്ന പാമ്പ് മുട്ടകൾ ഉപേക്ഷിക്കുകയും അവയിലേക്ക് തിരികെ വരാതിരിക്കുകയും ചെയ്യുന്നു. മുട്ടകൾ തുകൽ പോലെയുള്ളതും വഴക്കമുള്ളതുമായ പുറംതോടുകളോടെ ദീർഘചതുരാകൃതിയിലാണ്. മുട്ടയിട്ട് ഏകദേശം 10 ആഴ്ചകൾക്ക് ശേഷം കുഞ്ഞു പാമ്പുകൾ മുട്ടത്തോടിലെ കഷ്ണങ്ങൾ മുറിക്കാൻ എഗ് ടൂത്ത് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്കെയിൽ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഏകദേശം 5 ഇഞ്ച് നീളത്തിൽ അവ പുറത്തു വരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.